ഹലോ, വെൽക്കം ടു ടോക്സ് ആൻഡ് വാക്സ് വിത്ത് ഹരിപ്രിയ. നമ്മൾ ഫാമിലിയായിട്ട് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് സഞ്ചാരികളുടെ പറുദീസയായ ഗോവയിലാണ്. നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ സൃഷ്ടാവായ പരശുരാമൻ്റെ മറ്റൊരു സൃഷ്ടി എന്ന് കരുതപ്പെടുന്ന ഗോവ എക്സ്പ്ലോർ ചെയ്യാനുള്ള എക്സൈറ്റ്മെൻറ്റിലായിരുന്നു എല്ലാവരും. മുംബൈയിൽ നിന്നാണ് നമ്മൾ യാത്ര ആരംഭിച്ചത്. ഏകദേശം 12 മണിക്കൂർ നീണ്ട യാത്രയ്ക്കൊടുവിൽ നോർത്ത് ഗോവയിലെ തിരിം റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ എത്തിച്ചേർന്നത്. നല്ലൊരു മഴ പെയ്ത് തുറന്ന പ്രതീതിയായിരുന്നു അവിടെ നിന്നൊരു പ്രീപെയ്ഡ് ടാക്സി പിടിച്ച് നമ്മൾ റൂം ബുക്ക് ചെയ്ത ഹോട്ടലിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ടാക്സി ഡ്രൈവർ ഗോവയെക്കുറിച്ചും ഗോവയുടെ ചരിത്രത്തെക്കുറിച്ചും അവിടുത്തെ ഫേമസ് ഫുഡിനെയൊക്കെ കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തി, റൂമിലെത്തി, കുളിച്ച് ഫ്രഷായി ഫുഡും കഴിച്ച് എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുത്തു. വൈകുന്നേരം ഒരു 5:30 കഴിഞ്ഞപ്പോൾ ഗോവയിലെ ആദ്യത്തെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്ര നമ്മൾ ആരംഭിച്ചു. ക്യൂൻ ഓഫ് ബീച്ചസ് എന്നറിയപ്പെടുന്ന കലംഗുട്ട് ബീച്ചിലേക്കാണ് നമ്മൾ പോയത്. നോർത്ത് ഗോവയിലെ വളരെ ഫേമസ് ആയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഈ ബീച്ച്. ഹോട്ടലിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടേക്ക്. അതുകൊണ്ട് ഞങ്ങൾ നടന്നു പോയി. ഏകദേശം പകുതി ദൂരം എത്തിയപ്പോഴേക്കും ഭയങ്കര മഴയും കാറ്റും. ഒന്നും നോക്കിയില്ല, 100 രൂപ കൂട്ടും വാങ്ങിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു. അങ്ങനെ കടലിൻ്റെ രാത്രിഭംഗി ആസ്വദിച്ച് കുറച്ച് സമയം അങ്ങനെ നടന്നു. അവിടുത്തെ ആംബിയൻസ് നല്ല അടിപൊളിയായിരുന്നു. നല്ല ലൈറ്റിങ്ങും പാട്ടും എല്ലാം ബീച്ചിന് കൂടുതൽ മനസ്സിലായിരുന്നു. എന്തായാലും ഫസ്റ്റ് ഡേ അടിച്ചു പൊളിച്ചു. നെക്സ്റ്റ് ഡേ ഞങ്ങൾ ആദ്യം പോയത് പോർച്ചുഗീസ് ഭരണകാലത്തെ തലസ്ഥാന നഗരിയായ ഓൾഡ് ഗോവയിലേക്കാണ്. അവിടുത്തെ ബോം ജീസസ് ബസേലിക്കയാണ് ഞങ്ങൾ ആദ്യം സന്ദർശിച്ചത്. ഗോവയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ചർച്ചുകളിൽ ഒന്നാണിത്. ഈ ചർച്ചിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ സെൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ ഭൗതിക ശരീരം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇന്നും ആ വിശുദ്ധൻ്റെ പുണ്യശരീരം കാലത്തെ അതിജീവിച്ച് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. യുനെസ്കോ ലോക പൈതൃക കേന്ദ്രം കൂടിയാണ് ഈ ചർച്ച്. അങ്ങനെ ഞങ്ങൾ ചർച്ചിൻ്റെ ഉള്ളിൽ കയറി പ്രാർത്ഥിച്ച് പുറത്തിറങ്ങിയ ശേഷം ഒരു ഗൈഡിനെ കണ്ടു. അദ്ദേഹം ഈ പള്ളിയുടെ ചരിത്രത്തെക്കുറിച്ച് വളരെ മനോഹരമായി തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. 1605 നിർമ്മിക്കപ്പെട്ട ഈ പള്ളിയുടെ രൂപകൽപ്പനയും വളരെ മനോഹരമാണ്. അവിടുന്ന് ഞങ്ങൾ പോയത് ബോം ജീസസ് ബസേലിക്കയുടെ തൊട്ടടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലേക്കാണ്. ഇത് ഇന്ത്യയിലെ പ്രധാന പുരാവസ്തു ഗവേഷണ ഏജൻസിയാണ്. ഇന്ത്യയിലെ ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്സിൻ്റെ സംരക്ഷണവും പുരാവസ്തു ഗവേഷണവും നടത്തുന്നതിന് കേന്ദ്ര സംസ്കാര മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രധാന സ്ഥാപനമാണിത്. ഗോവയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അവിടുന്ന് ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഉച്ചയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് യാത്ര തുടർന്നു. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് മിറാമർ ബീച്ചിലാണ്. ഇത് ഗോവയുടെ തലസ്ഥാനമായ പനാജിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളവിടെ എത്തുമ്പോൾ നല്ല മഴക്കാറുണ്ടായിരുന്നു. കൂടാതെ ആകെ ഇരുട്ട് മൂടി കിടക്കുമായിരുന്നു. ബീച്ചിൻ്റെ ആംബിയൻസ് ഒക്കെ സൂപ്പറായിരുന്നു. കുറേ കാറ്റാടി മരങ്ങളൊക്കെ നിൽപ്പുണ്ടായിരുന്നു. നല്ല തണുത്ത കാറ്റും വീശുന്നുണ്ടായിരുന്നു. പക്ഷെ മഴ പെയ്ത് കിടക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല, വെള്ളം വല്ലാതെ കലങ്ങി കിടക്കുമായിരുന്നു. മാത്രമല്ല കുറേ വേസ്റ്റും കരക്കടിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. എന്തോ ഒട്ടും വൃത്തി ഫീൽ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ മുതിർന്നുമില്ല. കരക്കിരുന്ന് തണുത്ത കാറ്റുമൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരുന്നു.
Are you subscribed to Hari? അധിക സമയം അവിടെ സ്പെൻഡ് ചെയ്തില്ല. അപ്പോഴേക്കും മഴ പെയ്തു. പിന്നെ ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്ര ആരംഭിച്ചു. അടുത്തത് ഒരു ക്രൂസിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഇത് 1 hour ഡ്യൂറേഷനുള്ള യാത്രയായിരുന്നു. നമ്മൾ ചൂസ് ചെയ്തത് ഒരാൾക്ക് 500 രൂപ ഫീ വരുന്ന ക്രൂസിലായിരുന്നു. പല റേറ്റിൻ്റെ ഉണ്ടായിരുന്നു. എമൗണ്ട് കൂടുന്നതിനനുസരിച്ച് സൗകര്യങ്ങൾക്കും ക്രൂസിൻ്റെ വലുപ്പത്തിനും വ്യത്യാസം വരും. ഈ യാത്ര കടൽ കാഴ്ചകളുടെ സൗന്ദര്യം ആസ്വദിക്കാനുള്ള ഒരു സുവർണ നിമിഷമായിരുന്നു. കടൽ കാഴ്ചകൾ ആസ്വദിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിൽ നിരവധി എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം ഇതിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പാട്ട്, ഡാൻസ്, അങ്ങനെ എല്ലാം ചേർന്നുള്ള ഈ ക്രൂസ് യാത്ര തീർച്ചയായും മറക്കാനാകാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഗോവയിലെ 3-ാം ദിവസത്തെ നമ്മുടെ ആദ്യ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ നോർത്ത് ഗോവയിൽ സ്ഥിതി ചെയ്യുന്നത് ഫോർട്ട് അഗ്വാഡയായിരുന്നു. ഇത് വളരെ ചരിത്രപ്രസിദ്ധമായ ഫോർട്ടാണ്. പോർച്ചുഗീസ് ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട ഈ ഫോർട്ട് ഡച്ചുകാരെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഈ ഫോർട്ട് സന്ദർശിക്കാൻ നിരവധി ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഗോവയിലെ ദേശീയ പ്രാധാന്യമുള്ള ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സംരക്ഷിത സ്മാരകമാണിത്. ഈ ഫോർട്ടിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ലൈറ്റ് ഹൗസ് ആണ്. അഗ്വാഡ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന മണ്ടോവി നദിയുടെ തീരത്താണ്. അങ്ങനെ ഫോർട്ട് മുഴുവൻ ചുറ്റിയടിച്ച് കാണുന്നതിനിടയിൽ ഇന്നെന്തേ മഴയെത്തിയില്ല എന്നോർത്തപ്പോഴേക്കും പ്രതീക്ഷയെ തെറ്റിക്കാതെ ആളെത്തിക്കഴിഞ്ഞു. അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം ആസ്വദിച്ച് നോർത്ത് ഗോവയുടെ വിട പറഞ്ഞ് ഞങ്ങൾ പോയത് സൗത്ത് ഗോവയിലേക്കാണ്. ഇതാണ് ഗോള. അങ്ങനെ ഫോർട്ട് വിട്ടിറങ്ങുമ്പോൾ താഴെ കടയിൽ നിന്ന് ഗോള എന്ന് പറഞ്ഞൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വാങ്ങിച്ചില്ല, അമ്മൂട്ടിയാണ് വാങ്ങിച്ചത്. പക്ഷെ അതിൻ്റെ ടേസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് സാധനം ഇഷ്ടപ്പെട്ടു. സൗത്ത് ഗോവയിൽ നമ്മൾ സ്റ്റേ ചെയ്തത് ദ വീക്കെൻഡ് എന്ന പേരുള്ള ഒരു വില്ലയിലാണ്. കുറച്ച് ഉള്ളിലേക്ക് കയറി ഒരു പാടത്തിന് നടുക്ക് സ്ഥിതി ചെയ്യുന്ന ഈ വില്ലയ്ക്ക് വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഉണ്ടായിരുന്നത്. ഒരു ക്രിസ്ത്യാനിറ്റി ഫീൽ തരുന്ന വില്ലയായിരുന്നു അത്. 5 ബെഡ്റൂമാണ് അതിലുണ്ടായിരുന്നത്. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ വരുന്നവർക്ക് സ്റ്റേ ചെയ്യാൻ ഈ വില്ല ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. തൊട്ട് ഫ്രണ്ടിൽ തന്നെ നല്ലൊരു പൂളും പ്ലേ ഏരിയയും ഒക്കെ ഉണ്ടായിരുന്നു. കൂടാതെ വില്ലയിൽ സ്റ്റേ ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാൻ കുറച്ച് സൈക്കിളുകളും ബാക്ക് സൈഡിലുണ്ടായിരുന്നു. ചുമ്മാ ഒന്ന് ചുറ്റിയിട്ട് വരാം, സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഫുൾ ഇതാണ്, പാടമൊക്കെയാ. പാടവും പാടത്ത് വെള്ളം കയറി കിടക്കുകയൊക്കെയാ. നാലാം ദിവസം നമ്മൾ ആദ്യം എത്തിച്ചേർന്നത് ഗോവയിലെ നേവൽ ഏവിയേഷൻ മ്യൂസിയത്തിലാണ്. ഗോവയിലെ വാസ്കോഡഗാമയിൽ നിന്ന് 6 കിലോമീറ്റർ അകലെ ബോഗ്മാലോയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യയിലെ തന്നെ ഏക നേവൽ ഏവിയേഷൻ മ്യൂസിയമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്.
1998 ആരംഭിച്ച ഈ മ്യൂസിയം ഗോവയിലെ ദാബോലിമിലെ നേവൽ ഏവിയേഷൻ പ്രവർത്തനങ്ങളുടെ ചരിത്രവും പുരോഗതിയുമാണ് ദൃശ്യവൽക്കരിക്കുന്നത്. വിൻറ്റേജ് എയർക്രാഫ്റ്റ്, സബ്മറൈൻ മോഡൽസ്, എയർക്രാഫ്റ്റ് പാർട്സ്, യൂണിഫോംസ്, നേവൽ എക്യുപ്മെൻറ്റ്സ് എന്നിവ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ മിലിറ്ററി ചരിത്രത്തിലും ഏവിയേഷനിലും ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സ്പോട്ടാണിത്. പോയിക്കൊണ്ടിരിക്കുന്നത് ത്രീ കിങ്സ് ചാപ്പലിലേക്കാണ്. ഇത് ഭയങ്കര ഹോണ്ടഡ് ആയിട്ടുള്ളൊരു ചർച്ചാണെന്നാണ് പറയുന്നത്. ഒരു കുന്നിൻ്റെ മുകളിലാണ്, വെർണ എന്ന് പറഞ്ഞൊരു കുന്നിൻ്റെ മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1599 പോർച്ചുഗീസ് കൊളോണിയൽ കാലത്താണ് ഈ പള്ളി നിർമ്മിക്കപ്പെട്ടത്. ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് ഒരു ആകർഷകമായ കഥയുണ്ട്. 3 രാജാക്കന്മാർ തമ്മിലുള്ള അധികാര സമരം മൂലം ഒരു രാജാവ് ദി ഗോൺസാൽവസ് മറ്റു 2 രാജാക്കന്മാരെ ക്ഷണിച്ച് വിഷം നൽകി കൊല്ലുകയാണ് ഉണ്ടായത്. പിന്നീട് ഗോൺസാൽവസ് രാജാവ് അവിടുത്തെ ഗ്രാമവാസികളാൽ തന്നെ കൊല ചെയ്യപ്പെട്ടു. മൂവരുടെയും ശവങ്ങൾ ഈ പള്ളിക്കുള്ളിലാണ് അടക്കം ചെയ്യപ്പെട്ടത്. അതിനുശേഷമാണ് ഈ പള്ളി ഭീകരമായി മാറിയത് എന്നാണ് വിശ്വാസം. നിരവധി പേരാണ് ഇവിടെ ഭീതിജനകമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ പോയത് ഗോവൻ ഡേയ്സിലെ ഏറ്റവും ലാസ്റ്റ് ലൊക്കേഷനിലേക്കാണ്. ഗോവയിലെ തന്നെ മറ്റൊരു ഫേമസ് ബീച്ചായ കോൾവ ബീച്ചിലേക്ക്. പോകുന്ന വഴിക്ക് ആദ്യം തന്നെ കണ്ണിൽപ്പെട്ടത് കേരളീയ ഭക്ഷണം എന്നെഴുതി വച്ചിരിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. എന്തായാലും ഇതുവരെയുള്ള ദിവസത്തേക്കാൾ അല്പം തെളിഞ്ഞൊരു അന്തരീക്ഷമായിരുന്നു. അതുകൊണ്ടാവാം ബീച്ചിൽ അത്യാവശ്യം നല്ല തിരക്കുമുണ്ടായിരുന്നു. ഗോവൻ യാത്രയിലെ അവസാനത്തെ ഡെസ്റ്റിനേഷനിലാണല്ലോ നമ്മൾ എത്തി നിൽക്കുന്നത് എന്നോർത്ത് ഒരു ചെറിയ വിഷമം തോന്നിയെങ്കിലും കോൾവ ബീച്ചും നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തു. അങ്ങനെ 5-ാം ദിവസമായി ഇന്ന് നമ്മൾ ഗോവയോട് വിട പറയുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. സോ സ്റ്റേ വിത്ത് മീ ഓൺ ടോക്സ് ആൻഡ് വാക്സ് വിത്ത് ഹരിപ്രിയ. സീ യു സൂൺ. ബൈ.